അപ്പോൾ തഗ് ലൈഫ് സിനിമ കണ്ടു. അപ്പോൾ അതിന് ആദ്യം തന്നെ ആ സിനിമയിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ സിനിമയിലെ പോരായ്മകൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് പറയാം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അവസാനം പറയാം. ഈ ചാനലിൽ എല്ലാ സിനിമകളുടെ വീഡിയോകളും ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ, പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സിനിമയുടെ അഭിപ്രായം ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ സിനിമ മണിരത്നമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് കമൽ സാറും അതേപോലെ മണിരത്നവും ചേർന്നാണ് ഇതിൻ്റെ കഥ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് AR റഹ്മാനാണ്. പിന്നെ അതേപോലെ കമൽ സാറ്, സിംബു, പിന്നെ ജോജു ജോർജ്, നാസർ, അഭിരാമി, പിന്നെ തൃഷ, അങ്ങനെ ഒരു വലിയ കഥാപാത്രങ്ങളുടെ ആക്ടേഴ്സിൻ്റെ നിര തന്നെ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ ആദ്യത്തെ ഒരു കാര്യം, അതിനു മുമ്പ് ഒരു കാര്യം പറയാം. മണിരത്നം സാറ് കമൽ സാറിനെ വെച്ചിട്ട് ഇതിനു മുമ്പ് എടുത്ത ഒരു സിനിമ ഒരു 38 വർഷം മുമ്പ് വന്ന ഒരു സിനിമയാണ് നായകൻ. അത് ഒരു പൊളിച്ച സിനിമയാണ്, അന്നത്തെ വൻ ഹിറ്റ് പടമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ഞാൻ പിന്നെ പറയാം. പിന്നെ ഇതിൽ AR റഹ്മാൻ്റെ മ്യൂസിക് കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങേരുടെ ആ പതിവ് ശൈലിയിലുള്ള ആ ഒരു ടച്ചിങ് ആയ മ്യൂസിക് സിനിമയിലുണ്ട്. അത് നന്നായിട്ടുണ്ട്. സിനിമയുടെ പാട്ടുകൾക്ക് മാത്രമല്ല, സിനിമയിലെ ആ ബാക്ക്ഗ്രൗണ്ട് വരുന്ന സ്കോർ മുഴുവൻ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുഴുവനും ഈ കടൽ വെള്ളത്തിൽ ഇങ്ങനെ ഓളം വരില്ലേ, അതുപോലെ ഒരു സംഭവമൊക്കെ അത് ഇടയിൽ ചേർക്കില്ലേ, ആ ഒരു രീതിയിൽ നല്ല മ്യൂസിക് AR റഹ്മാൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയെ ഞാൻ നോക്കിക്കാണുന്നത് AR റഹ്മാൻ്റെ ഒരു തിരിച്ചുവരവായിട്ടാണ്. കക്ഷി നന്നായിട്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കമൽ സാറ്, അദ്ദേഹം പതിവ് ശൈലി തെറ്റിക്കാതെ അങ്ങേര് നായകൻ സിനിമയിൽ എങ്ങനെയൊക്കെയാണോ അഭിനയിച്ചത് ആ മോഡലിലുള്ള അഭിനയം തന്നെയാണ്, പതിവ് പോലെ അങ്ങേര് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിംബുവിന് കമൽ സാറിൻ്റെ അത്ര തന്നെ ഒരു തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വേഷം തന്നെയാണ്. അപ്പോൾ അവൻ എന്താണോ കൊടുത്തിരിക്കുന്നത് അതവൻ ചെയ്തിട്ടുണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല. ഈ സിംബുവിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, സിംബുവിനും എനിക്കും ഏകദേശം ഒരേ പ്രായമാണ് കേട്ടോ. സിംബു ശരിക്ക് ഒരു 3 വർഷത്തെ എന്നെക്കാളും ചെറുതാണ്, അത്രയേ ഉള്ളൂ. ഏകദേശം ഒരേ പ്രായമാണ്. കാരണം കക്ഷി ചെറിയ പയ്യനായിരിക്കുമ്പോൾ അഭിനയിച്ച പടമുണ്ട്, പണ്ട് ഇറങ്ങിയ പടം. ആ പടം കാണാൻ ഞാനും അവൻ്റെ വലിപ്പത്തിൽ തന്നെ ചെറിയ പയ്യനായിട്ട് തന്നെയാണ് സിനിമ കാണാൻ പോയത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ പ്രായമാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, ഞാൻ എൻ്റെ ഹെയറിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടിട്ട് പലരും നമ്മുടെ ഈ ചാനലിലെ വീഡിയോകളിൽ കമൻറ്റിൽ പ്രായമായ ആളായിട്ട് വിചാരിച്ചുകൊണ്ട് ആ രീതിയിൽ കമൻറ്റ് ഇടുന്നതായിട്ട് കണ്ടു. പക്ഷേ അത്രയ്ക്ക് പ്രായമൊന്നും എനിക്കായിട്ടില്ല കേട്ടോ. എൻ്റെ അച്ഛന് അകാല നരയുണ്ട്, ചെറുപ്പത്തിലേ ഇതേപോലെ ആയിരുന്നു. അപ്പം ഞാനും ഹെയർ ഡൈ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ഡൈ ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തി. കാരണം ഞാൻ ഒരുപാട് രാത്രിയൊക്കെ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റിങ് ചെയ്യും. എനിക്ക് വേറെ ഒരു ചാനലുണ്ട്, അപ്പോൾ അതിലത്തെ വീഡിയോകൾ കൂടി ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് ചെയ്യുക. അതിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ചാനലാണ്. ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണിന് ഭയങ്കര ചൂടും പ്രശ്നങ്ങളും ഉണ്ട്. അതേപോലെ മുടി കൊഴിച്ചിൽ വല്ലാതെ ഈ അടുത്തുണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹെയർ ഡൈ അടിക്കുന്നത് നിർത്തി. അപ്പോൾ ഇങ്ങനെയായി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയധികം എൻ്റെ മുടി നിറച്ചിട്ടുണ്ടെന്നുള്ളത്. ശരിക്കും ഇത് അകാല നിരയാണ്, അല്ലാതെ ഈ മുടിക്കുള്ള പ്രായം എനിക്കായിട്ടില്ല. സിംബുവിനെ ഈ സിനിമയിൽ കണ്ടപ്പോഴാണ് ഞാനതൊന്ന് ഇവിടെ സൂചിപ്പിച്ചത്, എനിക്കത് ഓർമ്മ വന്നത്. പിന്നെ അതേപോലെ ഇതിൽ ജോജു ജോർജ് കക്ഷിക്കും കൊടുത്ത കഥാപാത്രം എന്താണോ അതങ്ങേര് ചെയ്തിട്ടുണ്ട്. നാസർ, അഭിരാമി, തൃഷ ഇവർക്കൊക്കെ കൊടുത്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ആകെക്കൂടി കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരേ ഒരു കാര്യം AR റഹ്മാൻ്റെ മ്യൂസിക് മാത്രമാണ് കേട്ടോ. സിനിമ കഴിയാറായപ്പോൾ ചിരിച്ചിട്ട് അന്തമില്ലായിരുന്നു. കാരണം ദേഷ്യം വന്നിട്ടും ആകെ വെറുപ്പിക്കൽസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥ മണിരത്നം മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് ഇതിലുണ്ടാകുമായിരുന്നു. ഇത് കമൽ സാറും ചേർന്നാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കഥ, തിരക്കഥ ഒക്കെ നായ നക്കിയ പോലെ ആയിട്ടുണ്ട്.
ഒന്നിനും കൊള്ളാത്ത ഒരു പടമായി ഇത് ഞാൻ കണ്ടുവന്നു. എൻ്റെ പുറകിലെ സീറ്റിൽ ഒരാൾക്കൊരു ഫോൺ വന്നു. എനിക്കറിയുന്ന ഒരാളാണ്. അയാൾ ഫോൺ എടുത്തിട്ട് തമിഴിൽ തന്നെ സംസാരിച്ചു. കുറേ അനാവശ്യം പറഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച്, മണിരത്നത്തിൻ്റെ സിനിമയായി എഴുതിയിട്ട് വന്നതാണ്. അങ്ങനത്തെ ഭയങ്കരമായ വാക്കുകളൊക്കെ പറഞ്ഞു. ഞാനും ഫ്രണ്ട് സീറ്റിലുള്ളവരൊക്കെ അങ്ങേരെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. സത്യമാണത്. അദ്ദേഹം പറഞ്ഞ അനാവശ്യങ്ങൾ ഈ സിനിമയ്ക്ക് കറക്റ്റായി. കാരണം കഥ സുഖമില്ല, അതേപോലെ തിരക്കഥയും സുഖമില്ല. കഥയിൽ ഇവർ ഉദ്ദേശിച്ചത് നമ്മളെ ഹൃദയസ്പർശിയായ രീതിയിൽ ആക്കണം ഈ സിനിമ കാണുമ്പോൾ എന്ന് കരുതിയിട്ടാണ് എഴുതിയതെങ്കിൽ അത് തിരക്കഥയിൽ ഒട്ടും ഇവർ ഫലിപ്പിച്ചിട്ടില്ല. അതാണ് സത്യം. ഈ സിനിമയിൽ ഒരു സീന് പോലും ടച്ചിങ് ആയിട്ട് ഇല്ല, നമ്മളെ സ്പർശിക്കുന്നില്ല, ഒരു സെൻറ്റിമെൻറ്റ്സും തോന്നുന്നില്ല. അങ്ങനത്തെ കുറേ മോശമായ കഥാപാത്രങ്ങൾ. ഇതിലെ ഒരു കഥാപാത്രത്തെ എത്ര തവണ വെടിവെച്ചാലും ചാകുന്നില്ല. അതാരാന്ന് സിനിമ കണ്ട് നിങ്ങൾ മനസ്സിലായിക്കോളി. ആദ്യം വെടിവെക്കും, വെടിവെച്ചിട്ട് ആശുപത്രിയിലേക്കായി, ശരി പോട്ടെ. വീണ്ടും വെടിയോട് വെടി, ആൾ മാത്രം മരിക്കുന്നില്ല. അതേപോലെ ബിൽഡിങ് തന്നെ പൊളിഞ്ഞ് ആളുടെ മേലെ വീണാലും ആൾ ചാകുന്നില്ല. പക്ഷേ എതിർപക്ഷത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ ഒറ്റ വെടിക്ക് തീരുന്നുമുണ്ട്. അങ്ങനെ ചാകാത്തൊരു മനുഷ്യൻ, ചാകാതിരിക്കാനുള്ള കാരണമൊക്കെ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു അന്ധവിശ്വാസം പോലെ പറയുന്നുണ്ടെങ്കിലും, അതായത് ഞാൻ ഉദ്ദേശിച്ചത് അതിനൊരു കാരണമൊന്നും ഈ സിനിമയിലില്ല കേട്ടോ. നമ്മൾ കാണുമ്പോൾ നാച്ചുറൽ കഥാപാത്രം തന്നെയാണ്, അല്ലാതെ വേറെ ഒരു സംഭവത്തിലില്ല. പക്ഷേ ചാകുന്നേ ഇല്ലാത്ത കഥാപാത്രം, അത് നമുക്കൊരു സുഖം കിട്ടുന്നില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ വില്ലന്മാരുടെ പക്ഷം ഒട്ടും സ്ട്രോങ് അല്ല. ഇതിലെ സിനിമയിലെ ഹീറോക്കൾ തന്നെ വെറും വിശ്വാസവഞ്ചനയും ചതി അങ്ങനത്തെ ഭയങ്കരമായ പ്രശ്നങ്ങളുമായിട്ട് പുരോഗമിക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ വില്ലന്മാരായിട്ടുള്ളവർക്ക് ഇതിൽ ഒരു സ്ട്രോങ്ങും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിലെ നല്ലവരായിട്ടുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ എതിർപക്ഷത്തിലുള്ളവർ സ്ട്രോങ് ആയിരുന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പോയിട്ട് അതിൽ കുറേ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സിനിമ നന്നാകുമായിരുന്നു. പക്ഷേ ഇതിലുള്ള കഥാപാത്രങ്ങൾ തന്നെ പെട്ടെന്ന് മാറി, ഓന്തിൻ്റെ നിറം പോലെ മാറി അങ്ങനെ ഒരു സുഖമില്ലാത്തൊരു കഥയും തിരക്കഥയും ചെയ്തു വെച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ സിനിമ കഥ കൊണ്ടും തിരക്കഥ കൊണ്ടും ബിലോ ആവറേജ് ആയിട്ടാണ് ഉള്ളത്. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം മണിരത്നം സാറാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞാൽ, ഇപ്പോൾ രജനിയുടെ ഒരു പടം ദളപതി, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ സ്റ്റാറാണ്, ഭയങ്കര സ്റ്റൈലും ആക്ഷൻ അങ്ങനെയാണ്. പക്ഷെ അങ്ങേരെ കൊണ്ട് ഭയങ്കരമായിട്ട് അഭിനയിപ്പിച്ച സിനിമയാണ് ദളപതി സിനിമ. മണിരത്നം ശരിക്ക് മണിരത്നത്തിനും രജനി സാറിനും ഭയങ്കര വാക്കുവാദങ്ങളും അതേപോലെ പ്രശ്നങ്ങളൊക്കെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്നും ഇത് പറ്റില്ല എന്നൊക്കെ രജനി സാർ പറഞ്ഞിട്ട്, പിന്നെ കമൽ സാർ രജനി സാറോട് പറഞ്ഞു അദ്ദേഹത്തെ തന്നെ അഭിനയിച്ച് കാണിക്കാൻ പറ, എന്നിട്ട് നീ അതുപോലെ ചെയ്താൽ മതിയെന്ന് കമൽ സാർ രജനി സാറോട് പറഞ്ഞിട്ട് അഭിനയിച്ച പടമാണ് ദളപതി. പൊള്ളിച്ച അഭിനയമാണ് അതിൽ രജനിയുടെ ഏകദേശം സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അഭിനയം എന്ന് പറയാനുള്ളത് അത് തന്നെയാണ് ദളപതി. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് മണിരത്നം. അദ്ദേഹത്തിന് ഒരു ശാന്തമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോവുക. അതിൽ വെട്ട് കുത്ത് അടിപിടി എല്ലാം ഉണ്ടാവും, പക്ഷേ സിനിമ വളരെ ശാന്തമായിട്ടാണ് പോവുക. ആ ഒരു രീതി ഇതിലും അങ്ങേര് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കഥയും തിരക്കഥയും സുഖമില്ലാത്തത് കൊണ്ട് സിനിമ ഒന്നിനും പറ്റാത്തതായി മാറി. പിന്നെ തൃഷയുടെ കഥാപാത്രം, അതും ഒന്നിനും പറ്റാത്തൊരു കഥാപാത്രം. എന്നാൽ അഭിരാമിയുടെ കഥാപാത്രം നന്നാവുമെന്ന് പ്രതീക്ഷിച്ചു, അതും അതേപോലെ തന്നെ. ഇതിൽ പറയാൻ പറ്റിയ മെച്ചപ്പെട്ട കഥാപാത്രം എന്ന് ഒരാൾ പോലും ഇല്ല. അത് കമൽ സാറിൻ്റെ കഥാപാത്രം പോലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ ഉണ്ട്, പക്ഷേ അതേപോലെ സിംബുവും കുഴപ്പമില്ലാതെ അവൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്. പക്ഷേ കഥാപാത്രങ്ങൾ സുഖമില്ലാത്തതുകൊണ്ട് നമ്മളെ ഒരു വിധത്തിലും ഫീൽ ചെയ്യിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.